ഞാൻ അവൻ്റെ പെണ്ണിനെ വിളിക്കാൻ തുടങ്ങും. അല്ലേ സൂനി? ഇനി കുട്ടികളൊക്കെ പോയിട്ടോ. അതാണ് ഒച്ചയും പൂശാന്തം ഒന്നും കേൾക്കാത്തത്. നമ്മുടെ കിഷോർ മാത്രം അവിടെ ഇരിക്കുന്നുണ്ട് അല്ലേ കിഷോറേ? ഇപ്പോൾ പോയല്ലോ. ഇത് ചുക്കുവെള്ളത്തിൽ സുകന്യെ ഞാൻ തേച്ച് തരാം, നീ മോറിക്കോ. ഓരോ ദിവസം ഇതാണ് പ്രശ്നം അല്ലേ? ചോറ് എങ്ങനെയെങ്കിലും വെക്കുക, കൂട്ടാൻ വെക്കണത്. എന്താ സൂനിയെ കൂട്ടാൻ വെക്കുക? കണ്ടോ മത്തി ചാളമേരി. ഇത് അടുപ്പും കണ്ണിയിൽ വെച്ചില്ല അല്ലേ? എടി ക്ലാസ്സുകളൊക്കെ എന്താ ഇവിടെ കിടക്കണേ? ക്ലാസ് കാണല്ലേ. കൊട്ടക്കൈലില്ലേ, ആരാന്നറിയില്ല കേട്ടോ. ഇവിടെ താഴെ വീണിട്ടുണ്ടായിരുന്നു. കൊട്ടക്കൈലിൻ്റെ പണി ഒരുക്കി. ഇനി എന്തെങ്കിലും ഉപ്പേരിയൊക്കെ കഷ്ടം നോക്കിയിട്ട് ഇതിൽ വാരാൻ വെക്കാം. ഇത് കഴിഞ്ഞു ആരാ ചെയ്തെന്നറിയില്ല, ഞാൻ അമ്മ വരുമ്പോഴേ അറിയുള്ളൂ. പണി സാധനം എവിടേക്കാണ്? അമ്മോ തുണികൾ തിരുമ്പിയത് തോരട്. സുകന്യേ മടിച്ചികൾ. എന്തൊക്കെ നീ ചെയ്താ ഞാൻ പഠിക്കട്ടെന്ന്. ഉറക്കം വരുന്നതുകൊണ്ടേ. ഇത് ഞാൻ ഇപ്പോൾ വെയിലായതും കൊണ്ടേ ഇവിടെ അധികം വയ്ക്കാത്തത് കൊണ്ട് ചോറ് അടുപ്പിൽ വെക്കട്ടോ. ഇപ്പോൾ കൂട്ടാൻ വെക്കണേ. എന്താണ് കൂട്ടാൻ വയ്ക്കുക? അച്ചോ ഉണ്ടിയ പാത്രത്തിൽ പൈസയൊക്കെ എടുത്താ പൊടിയും കൂടി. അങ്ങനെ കറക്കാൻ പാടില്ല അറിയും, പക്ഷെ എന്നാലും കറക്കും. ഇതാട്ടോ അല്ലാണ്ടാക്കിയത് കൊഞ്ഞു വീഴില്ലേ? സൂനെ ചാണകം എടുത്തിട്ട് വരണം പോയിട്ട് കുറച്ച്. ഇന്നെന്താഴ്ചേ? ഇന്നപ്പോൾ പോയിട്ട് എന്താടാ ഇവിടെ സെറ്റായിട്ടോ. എന്താടി ഇതേ ഈ ചെറിയ വിറകിൻ്റെ കഷ്ണങ്ങളാണ് കേട്ടോ. അതാണ്ടോ അങ്ങനെയുള്ള വിറകിൻ്റെ കഷ്ണങ്ങളാണ്. ഇത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഈ വെണ്ണീർ കണ്ടില്ലേ, നമ്മുടെ ചാരം. ഈ ചാരം നമ്മൾ എന്താ തൊടിയിൽ കൊണ്ടിടാൻ വേണ്ടിയിട്ട്, തെങ്ങിൻ്റെ ചോട്ടിൽ കൊണ്ടിടാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. നമുക്ക് ഇതാ നമ്മുടെ ആട്ടുകല്ല് അപ്പുറത്തേക്ക് പോകുക. ഇവിടുത്തെ കഴിഞ്ഞു. ഇനി വെള്ളം തള അമ്മ അമ്മയുടെ മറ്റേ തുണി കേടുന്നു. ഏത് തുണി? പർപ്പിൾ കളറുള്ളത്. അത് പിന്നിപ്പോയി.
കുറച്ചും കൂടി കഴിഞ്ഞാലേ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ തുണി തിരുമ്പൽ കഴിഞ്ഞാലേ തിരുമ്പിയിട്ട് കഴിഞ്ഞാൽ പിന്നെ തോരടും. ഇല്ല പറഞ്ഞാൽ ഒരു 11 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പൊള്ളണ വെയിലാണ് കേട്ടോ. ഇന്നിപ്പോൾ അമ്മൂന് ക്ലാസ് ഇല്ല. പരീക്ഷ അമ്മൂട്ടിക്ക് ഇനി 2 ദിവസം കൂടി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അച്ചുട്ടിക്ക് പരീക്ഷ ഉണ്ട് കേട്ടോ. അച്ചുട്ടി ഇപ്പോൾ പോവും. കേട്ടില്ല. ആ തുറക്കാനോ? ഓ എന്ത്? അച്ചുട്ടി അവിടെ കഴുകാൻ വേണ്ടിയിട്ടേ ലിക്വിഡ് എടുക്കട്ടെ. അമ്മൂട്ടി ഇനി നിൻ്റെ പണി കടക്കി മിരിയൊക്കെ വിരിച്ചിടുക, സെറ്റ് വിരിച്ചിടുക. കഴിഞ്ഞു കേട്ടാ. കിച്ചൂട്ടുള്ള സമയത്ത് കിച്ചൂട്ടനുള്ള പണിയാണ് കേട്ടോ അത്. ഇവരപ്പോൾ ഒരാൾ അടിച്ചു വരിക, ഒരാൾ മിറ്റടിക്കുകയാണ്. അപ്പോൾ ഇവിടെ അച്ചുട്ടി അടിക്കുമ്പോഴേ അടിക്കും, പക്ഷെ അത്ര ഒരു എന്താ വൃത്തിയാവില്ല കേട്ടോ. പൊടികൾ പോവില്ല അവർ അടിക്കുമ്പോൾ. അപ്പോൾ ഞാൻ അച്ചു ഞാൻ അടിച്ചു തരാം, നീ തുടച്ചോന്ന് പറയുകയാണേ. അപ്പോൾ അവൾ തുടച്ചിട്ടോളും. അവൾക്കിന്ന് ക്ലാസ് ഉണ്ട് കേട്ടോ. ഞാൻ എപ്പോഴൊന്നും അങ്ങനെ ചെയ്യിപ്പിക്കൊന്നുമില്ല, പക്ഷേ ഇടയ്ക്കൊക്കെ നമുക്ക് അവർക്ക് ചെയ്ത് ഓരോ പണികൾ ചെയ്ത് മടി മാറാൻ വേണ്ടിയിട്ട് ഞാൻ അവരോട് പറയും കേട്ടോ. അപ്പം മടിയില്ലാണ്ട് അവർ ചെയ്യും. എന്താണെന്നറിയോ, ഇനി ഓരോ പണികൾ ഇവർക്ക് ആകെ ഇഷ്ടമുള്ള പണികൾ ഏതാണെന്നറിയോ? ഭക്ഷണം ഉണ്ടാക്കുക. അത് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിക്കും അനിയത്തിക്കും ഇഷ്ടം. എന്നിട്ട് അടുക്കള ഫുള്ളും വൃത്തികേടാക്കും കേട്ടോ. ഇന്നാൾ ഞാൻ ഏട്ടൻ ഇവിടെ പ്രസവിച്ച സമയത്ത് ഞാൻ ആശുപത്രിയിൽ നിന്നല്ലോ. ആശുപത്രിയിൽ നിന്ന സമയത്ത് ചപ്പാത്തി മുട്ടക്കറി അച്ചുട്ടി ഉണ്ടാക്കിത്രേ. ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കിയിട്ട് ഏട്ടങ്ങോട്ട് വന്നപ്പോണ്ട് അവിടെ ഫുള്ള് പാത്രങ്ങളും താഴെക്കൂടിയൊക്കെ ആയിട്ട് പിന്നെ ഏട്ടൻ അടിച്ച് തുടച്ചിട്ടിട്ടാണ് ഏട്ടൻ കിടന്നിട്ട് പറയും, ഒരു ദിവസം ഈ ഇല്ലാണ്ടായപ്പോഴേക്കും ഇവിടെ കിടക്കുന്ന ഇടയ്ക്ക് സങ്കടം വന്നു. കുട്ടികളല്ലേ, എന്നാലും ചപ്പാത്തിയൊക്കെ നേരെ ഉണ്ടാക്കും. ടച്ചു ചപ്പാത്തി, സോയാബീൻ കറി, മുട്ടക്കറി, ഇതൊക്കെ അവൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കി. ഇവിടെ സരോവരം വിരിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ എന്തോ നമുക്കില്ലേ അവിടത്തേക്കാട്ടിൽ ചൂടാട്ടോ ഇവിടെ. വാർപ്പ് വീട്ടിൽ ഇരിക്കാൻ പറ്റണില്ല. എന്തോ ഒരു ചൂടാച്ചിട്ടാ. നമ്മുടെ ഈ ടി വി ഇങ്ങനെ കുട്ടികൾ കൈയും കൊണ്ട് ഇങ്ങനെ തൊട്ടിട്ട് ഇതിൻ്റെ ഇങ്ങനെ അടയാളം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അത് ഇങ്ങനെ ഗ്ലാസ് തുടയ്ക്കുന്ന സംഭവം ഏട്ടൻ വാങ്ങിയിട്ടുണ്ട്. അത് വെച്ചിട്ട് തുടയ്ക്കണം. ഈ ഫോട്ടോയില്ലേ എങ്ങനെ പോയാലും ഇവിടെ വെച്ചാൽ നിൽക്കണേ ഇല്ല. അത് പിന്നെയും താഴേക്ക് വീഴും. ഇത് കണ്ടോ, ഇവിടെ നിന്നിട്ട് ഒട്ടിച്ചാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഫോട്ടോയാണ് കേട്ടോ അത്. പക്ഷെ എന്താ പറഞ്ഞിട്ട് കാര്യം, ഇത് ശരിയാവണില്ല. ബെഡ് ഇരിക്കും മകളെ. ക്ഷീണിച്ചോ? എന്ത് ക്ഷീണം, ചൂടും കൊണ്ടാണ്. ഇത് ഇപ്പം അവിടെ നിന്ന് എടുത്തിട്ട് വന്നതാണ് കേട്ടോ തുണികൾ തിരുമ്പാൻ. അപ്പം അത് കഴിഞ്ഞിട്ട് ദിവസം എങ്ങനെയാണ് ഇങ്ങനെ തുണികളാവണമെന്ന് എനിക്കറിയില്ല ദൈവേ. എത്രോ ഒരു തുണികളായിരിക്കും തിരുമ്പാൻ വെച്ചിട്ടാ. നമ്മുടെ 5 പേരുടെ 2 നേരം ഇടുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ മറ്റൊരു 2 പേരുടെ ഉണ്ടാവും. ചിലപ്പോൾ പൊന്നൂസിൻ്റെ ഉണ്ടാവും. ഞാൻ എന്നിട്ട് പറയും, ഒരു ദിവസമെങ്കിലും നമ്മൾ തുണി തിരുമ്പില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഒരു ലോഡാവുകയാണ് കേട്ടോ. കുഞ്ഞമ്മത്തിയാണ് കേട്ടോ. മത്തി നേരേക്കാൻ തന്നെ കുറച്ച് സമയം വേണം. എന്നാലും കത്രിക വാങ്ങണം പറഞ്ഞിട്ടില്ലേ. ഇത് നമുക്കിതിങ്ങനെ ശീലമായിട്ടേ കത്രിക വാങ്ങിയിട്ടില്ല കേട്ടോ. കത്രിക ഇനി വാങ്ങണം. ഞാൻ കടയിൽ പോകുമ്പോൾ ഇന്നലെ ഉള്ളൂ നമ്മൾ കടയ്ക്ക് പോകുന്ന സമയത്ത് ഇത് വാങ്ങണം വിചാരിച്ചാണ് ചിരട്ടക്കൈയിലിട്ടാ. പിന്നെ വാങ്ങിയില്ല. ഞാൻ വിചാരിച്ചു ഇവിടെ ഞങ്ങൾ കോങ്ങാട് പോകുമ്പോൾ വാങ്ങാമെന്ന്. അന്നേരം ഞാൻ നെയ്റ്റി എടുത്തു കേട്ടോ 2 എണ്ണം. എൻ്റെ അമ്മോ എന്താ വില വെച്ചിട്ടാ. എന്നിട്ട് ഞാൻ വാങ്ങണ കട ഉണ്ട് കേട്ടോ, ഒരു ഹോൾസെയിൽ കട. അവിടെ പോയിട്ട് വാങ്ങാൻ വിചാരിച്ചിട്ട് അവിടെ കയറിയതല്ലേ പറഞ്ഞിട്ടൊരു നെയ്റ്റി എടുത്തു. നമ്മുടെ ഇവിടെ വാങ്ങുമ്പോൾ 220, 300 രൂപയ്ക്കൊക്കെ നല്ല നെയ്റ്റി കിട്ടും. 400, 500, 600 പെരുന്നാളായിട്ട് തോന്നുന്നുണ്ട് തോന്നിയ വില. നല്ല വില കേട്ടോ. അപ്പോൾ പൊന്നൂസും സുകന്യയും അംഗൻവാടി പോയിട്ടോ. ഇന്ന് സുകന്യയ്ക്ക് യോഗ ക്ലാസ് ഉണ്ട്. അപ്പോൾ യോഗ ക്ലാസ്സിന് 11 മണിക്ക് യോഗ ക്ലാസ് തുടങ്ങും കേട്ടോ. അപ്പോൾ 10 മണിക്ക് തന്നെ തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് അവൾ 10 മണിയാകുമ്പോൾ പോയതാണ്. ഇപ്പോഴാണ് ഡോക്ടർ വന്നിരിക്കുന്നത്. നീ മീൻ എടുത്തിട്ട് കറിയും വയ്ക്കണം, കുറച്ചെടുത്ത് വറുക്കുകയും ചെയ്യണം കേട്ടോ. 1.5 കിലോനാ തോന്നുന്നുണ്ട്. കുറച്ച് വലിപ്പമില്ലാത്ത മത്തി 1.5 കിലോ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരം ഇരിക്കണ്ടേ.
ഞാനിത് നേരെ ആക്കിയിട്ട് കാണാം കേട്ടോ. മീൻ നേരെയാക്കി വറക്കാനുള്ളതിൽ തിരുമ്പി വെച്ചു. ഇതാ നമ്മളില്ലേ എന്ത് യോഗാസനം സുകന്യയുടെ യോഗാസനം മത്തി ഇട്ട് കൊടുത്തു. മത്തി ഇട്ടു. യോഗയ്ക്ക് മുമ്പ് എങ്ങനെ നല്ല സുകന്യ പോവാ? അതിന് ഡ്രസ്സ് തനിയുണ്ടേ. എല്ലാരും ചുരിദാർ ഇട്ടിട്ടാ വരുന്നത്. നാട്ടമ്പുറല്ലേ, ഞാനടക്കം ജിമ്മിന് പോകും ചുരിദാറിട്ട് കേട്ടോ. ടീഷർട്ടും പാൻറ്റൊക്കെ ഇട്ടാണ് യോഗയ്ക്ക്. അപ്പൊ യോഗ ചെയ്യുമ്പോ അങ്ങനെ ഡ്രസ് ഇട്ട് ഞാൻ ജിമ്മിന് പോകുമ്പോ ബനിയ 2 ബനിയ അങ്ങനെയാണ് പോവുക. അപ്പോഴാണ് ശരീരം ഇത് ഓരോന്ന് ചെയ്യുമ്പോ തുണി ഒട്ടിപ്പിടിക്കാൻ പാടില്ല. അതല്ല രസം. ഞാനില്ലേ വർക്കൗട്ടിന് പോണ സമയത്ത് എനിക്ക് ബനിയനും പാൻറ്റും ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര മടി. ഞാൻ എന്നിട്ട് ചുരിദാർ ഇട്ടിട്ടാണ് പോവുക. ഞാൻ മാത്രമാണ് അവിടെ ചുരിദാർ ഇട്ടിട്ട് വരുന്നുള്ളൂ തോന്നുന്നു രാവിലെ. ഒക്കെ ബാക്കിയുള്ളവരൊക്കെ എന്നെക്കാട്ടിലും തടിയുള്ളവരും കൂടി ബനിയനൊക്കെ ഇട്ടിട്ട് വരും. അനിയേട്ടൻ എന്നിട്ട് പറയും, നിനക്ക് എന്താ അത് ഇട്ടിട്ട് പോയാൽ എല്ലാവരും അങ്ങനെ ഇട്ടിട്ട് വരുന്നില്ലേ, എന്തിനാ നീ നാണം കെടുന്നതെന്ന്. അത് എന്താണെന്നറിയില്ല. പിന്നെ ഇപ്പോൾ എല്ലാവരും കളിയാക്കാൻ തുടങ്ങിയിട്ട് അവിടെയൊക്കെ എല്ലാവരും ജീൻസൊക്കെ ഇടാൻ ജീൻസിൻ്റെ പാൻറ്റും. അതെ, വർക്കൗട്ട് ചെയ്യുമ്പോഴല്ല, ഞാൻ ചുരിദാർ ഇടുമ്പോഴേ വർക്കൗട്ട് ചെയ്യുമ്പോൾ ജീൻസ് ഇട്ട് നടക്കണേ തോന്നി. അല്ല, ജീൻസിൻ്റെ പാൻറ്റും ഇത്ര ഇറക്കുള്ള ടോപ്പും കുറേ ഇട്ട് എല്ലാവരും പറയണം. നാളെ ഞങ്ങൾ പുറത്ത് പോയപ്പോൾ ഞാൻ മാത്രം ചുരിദാറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഷാളൊക്കെ ഇട്ട് പറിച്ചു വന്നു. ഇതൊക്കെ മാറ്റേണ്ട സമയമായി പറഞ്ഞിരുന്നു. പക്ഷെ നമുക്ക് എന്താണെന്നറിയില്ല, നമ്മളത് ശീലിച്ചതും കൊണ്ടാ തോന്നുന്നുണ്ട് അല്ലേട്ടാ. അങ്ങനെയോ. ഏട്ടന് ഇഷ്ടാട്ടോ ഞാൻ ഇടുന്നത്. ഉള്ള കാര്യം പറയല്ലോ. ഏട്ടൻ പറയും നമ്മൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് നമ്മൾ ഇടണം, അതിനിപ്പോൾ എന്തിനാ വെറുതെ ഇടാതിരിക്കണം, ആഗ്രഹങ്ങളൊക്കെ തീർത്തിട്ട് പോകണം. പക്ഷെ നമ്മൾക്ക് ഇപ്പോഴും ഇങ്ങനെ പറയുക, ഇതൊന്നും കൊണ്ട് മാറണ്ടേ. മാറുമായിരിക്കും, മാറില്ലേ? കുറച്ചുകൂടെ തടി കൂടിയിട്ട് ചെയ്താൽ മതി. അതൊക്കെ എന്നെ നേരിട്ട് കാണുന്നവരൊന്നും തടി കൂടുതലാണ് അറിയില്ല. ഈ അനിയേട്ടൻ എന്നെ എപ്പോഴും തടി കൂടുതലാണ് അറിയും. ഇപ്പം ഞാനില്ലേ ഈ ചിലവർ മരുന്ന് കഴിച്ചാലും തടിക്കും കേട്ടോ. അതൊന്നും ഇവിടെ അറിയില്ല. തടിക്കുകയാണ്. ഇത് മാത്രമേ ഒരു ഡയലോഗുള്ളൂ. വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡയലോഗ് പറയാനുണ്ടോ? എനിക്ക് ചോറും കൂടി തിന്നാൻ പറ്റില്ല ഇപ്പോൾ. ഡയലോഗ് പറയേ ദിവസം ഇതന്നെ പറച്ചിലേ. നിനക്ക് ആ ഡ്രസ്സ് ഇടായിരുന്നു, നീ തടി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇത് ഇടായിരുന്നു. അപ്പം നമുക്ക് വിചാരിക്കും, അയ്യോ വലിയ തടി ഇടാം. ഞാൻ എൻ്റെ അമ്മയുടെ ഏട്ടന്മാരോട് ചോദിക്കുമ്പോൾ പറയും, നീ പാകത്തിനുള്ള തടിയുള്ളടി, അളിയൻ അങ്ങനെ വെറുതെ കളിപ്പിക്കുകയെന്ന് പറയും. എന്നിട്ട് എൻ്റെ വലിയേട്ട ഇടയ്ക്ക് പറയുകയും ചെയ്യും, അളിയന് കൊടുക്കാണ്ടൊക്കെ നീ എന്നെ തിന്നു തോന്നുന്നു. സത്യം അല്ലേ സുകന്യേ? ഇങ്ങനൊരു ആൾക്കാരെ കളിയാക്കാൻ പാടില്ല. നിങ്ങളെന്നെ പറഞ്ഞത്, ഞാൻ നിങ്ങളെന്നെ കുറ്റം പറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ വേറെ ആരും എന്നെ പറഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല. അനിയേട്ടൻ എന്തിനാ അങ്ങനെ പറയുന്നത്? ഏട്ട ഇപ്പൊ നല്ല തടിയുണ്ടല്ലോ. സുകന്യേ, ഏട്ട നല്ല തടിയുണ്ടല്ലോ. നീയും കൂടി വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു സമാധാനാവും. ഏട്ടൻ അത്യാവശ്യം തടി വയറൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് അത് ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ ഉയരമുള്ളത് കൊണ്ട് അറിയാത്തത് കൊണ്ടാ. ഇപ്പൊ ഞാൻ ആകെ 10-65 കിലോ ഉണ്ട്. അത് പോരെ? പിന്നെ ഞാൻ ഉയരത്തിനനുസരിച്ച് ഇത് കൂട്ടുകാരെ ഇത് കാണുമ്പോൾ നിങ്ങളില്ലേ ഒന്ന് കമന്റ് ഇടണം കേട്ടോ. ഞാനില്ലേ നല്ല തടിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ എൻ്റെ മുഖമൊക്കെ വലിയ വലുതായിട്ട് തോന്നുക കേട്ടോ. കാരണം എന്നെ കളിയാക്കണ്ട കേട്ടോ. മീൻ കണ്ടില്ലേ? നമ്മൾ വറക്കണയിൽ തോനെ മീൻ ഇടില്ല കേട്ടോ, കുറച്ച് മീൻ ഇടുള്ളൂ. എന്താണെന്നറിയോ, വറക്കണയിൽ തോനെ ഇട്ട് കഴിഞ്ഞു വെച്ചാൽ വറക്കണയിലല്ല, ചാറ് വെക്കണേല് തോനെ മീൻ ഇട്ട് കഴിഞ്ഞു വെച്ചാൽ എല്ലാവരും തോനെ കഴിക്കില്ല കേട്ടോ. ആ മീന് നമ്മൾ പിറ്റത്തെ ദിവസമാകുമ്പോൾ കളയുക ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ പപ്പുട്ടനാട്ടോ കൊടുക്കല്. അപ്പോൾ ഞാൻ എന്ത് കേട്ടെന്നറിയോ, 10 മീനും കൂടി തികച്ചിടില്ല. ആ കറിയിൽ ആ മീനിൻ്റെ മണം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം വറക്കുകയാണ് പറഞ്ഞു വെച്ചാൽ മക്കളില്ലേ കറി ഒന്നും കൂട്ടാണ്ട് ചോറുണ്ടോളൂ. ഇന്നലെ നമ്മൾ വൈകുന്നേരത്ത് മുരിങ്ങക്കൂട്ടാൻ വെച്ചില്ലേ. അപ്പം ഇന്ന് അതെന്തായാലും രാവിലെ ആകുമ്പോഴേക്കും പറ്റില്ലല്ലോ വിചാരിച്ച്. അപ്പോൾ അതാ നമ്മുടെ കറി ആയിട്ടോ. ഏറ്റവും എനിക്ക് എളുപ്പം തോന്നിയിട്ടുള്ളൊരു സംഭവം എന്താണെന്നറിയോ, മീൻ കറി ഉണ്ടാക്കാൻ. ഒരു പണിയില്ല, സുഖമായിട്ട് ഉണ്ടാക്കുക. ഏത് രീതിയിൽ വേണമെങ്കിലും മീൻ കറി ഉണ്ടാക്കുക അല്ലേ? സുകന്യ
അവിടെ എന്താ വീട്ടിലേക്ക്. വായിൽ പുതിയ വീട് തന്നെ വായിൽ വരുന്നുള്ളൂ. പുതിയ വീടൊന്നുമല്ല, വീടൊക്കെ കുറച്ചായി, പക്ഷെ വായിൽ അങ്ങനെ പഴകി. കുട്ടികളൊക്കെ ഓരോ ഭാഗത്ത് കളിച്ചിട്ട് ഓരോ ഇത് കൊക്കും കോണൊക്കെ കളയാൻ തുടങ്ങിയിട്ടോ. നമ്മൾ കാണണേ ഇല്ല ഇവർ കളിക്കുന്നതേ. അപ്പോൾ നമ്മുടെ മീൻകറി ആയിട്ടുണ്ടേ. നമ്മുടെ അച്ചു പുറപ്പെട്ട് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അതാ മീൻകറി. നമ്മളില്ലേ വറുത്തരച്ച് മീൻകറി വയ്ക്കുമ്പോൾ ഇതിൻ്റെ കളറ് വേറെ ഒരു കളറല്ലേ. ഇന്നിപ്പോൾ ഇങ്ങനെ ഇത് എന്താ മീൻകറി വെച്ച് കഴിഞ്ഞ് വെച്ചാൽ നമ്മുടെ കിച്ചൂട്ടന് വേറെ എന്തെങ്കിലും കറി വേണം കേട്ടോ. വൈകുന്നേരം അവൻ വരുമ്പോഴേക്കും നമുക്ക് അത് കേട് വരില്ലേ, എന്താ ഫ്രിഡ്ജിൽ വെക്കില്ല. ഒന്നും ഫ്രിഡ്ജിൽ വെക്കണ്ട. ഫ്രിഡ്ജിൽ വെച്ചാൽ പറ്റിയെന്ന് പറയും. ഇനി എന്തെങ്കിലും ഉണ്ടാക്കുക. ഇനി അവന് മുളകുഷി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഉള്ളിയും പാടിട്ടിട്ട് കുറച്ച് പഠിക്കണേ. എന്ത് പഠിക്കുന്നു? അതാ സൈലന്റ് ക്ലാസ് ആണതേ. അവളുടെ നിവേദ്യ അവൾക്ക് എപ്പോഴും ഇട്ട് കൊടുക്കും പഠിക്കാനുള്ളത്. അപ്പോൾ അവൾക്ക് വേണ്ടത് അവൾ ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ കണ്ടോളും. ഇന്നലെ 16 പേജോ മറ്റോ ഇട്ട് കൊടുത്തേക്കണം ആ കുട്ടി പഠിക്കാനുള്ളത്. അപ്പം അതും കൊണ്ടാണ് കേട്ടോ ഫോൺ വിളിച്ചാൽ കിട്ടാത്തത്. എന്താണെന്ന് അറിയാം, ഇവർക്ക് എല്ലാവരുടെ വർക്കും ഈ ഒരു ഫോണിലായതും കൊണ്ടേ നല്ല ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ സമയം എത്ര ചോദിച്ചിട്ടാണ്? 12 സമയം. രാവിലെ അങ്ങോട്ട് നമ്മുടെ പണി തുടങ്ങിയതാണ്. ഇനി മീൻ കൊണ്ടുവന്നപ്പോൾ ഞാൻ വിചാരിച്ചു, അല്ലെങ്കിൽ നേരത്തെ കുളി കഴിയണം കേട്ടോ. മീൻ കൊണ്ടുവന്നപ്പോൾ മീൻ ആവട്ടെ എന്നിട്ട് കുളിക്കാമെന്ന്. ഇല്ലെങ്കിൽ മീനിൻ്റെ സ്മെല്ല് വരുന്നതൊക്കെ ഇഷ്ടമല്ല. നമ്മൾ ചെറിയ ഉള്ളി താളിച്ച് കിട്ടോ. ഇനി കഴുകാനുള്ള പാത്രങ്ങൾ കഴുകിയിട്ട് വെയിലിൻ്റെ ചൂട് കണ്ടോ പൊരിയും. അച്ചുട്ടി അതന്നെ അറിയണത്. ഇനി മീൻ വറക്കണം. അത് കഴിക്കേണ്ട സമയമാകുമ്പോൾ, കാരണം ഏട്ടനും അനിയനും അല്ലേ വേണ്ടല്ലോ, കഴിക്കേണ്ട സമയത്ത് മാത്രം മതി കേട്ടോ. ഞാൻ ഇനി ഉച്ചയ്ക്ക് ചോറിനല്ല ഈ തടിക്കുക പറഞ്ഞിട്ടില്ലേ, ഉച്ചത്തെ ഭക്ഷണം കൂടി ഞാൻ ചോറ് കുറച്ചൊക്കെ കഴിച്ചോ? ഒട്ടും ചോറ് കഴിക്കാതിരിക്കുന്നൊന്നും ആരും വേണ്ട. ഏട്ടൻ പറഞ്ഞല്ലേ ഇനി പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? പിന്നെന്താ ലച്ചൂട്ടി പറഞ്ഞത്? അച്ഛൻ തടി കുറവാന്നല്ലേ പറഞ്ഞത്? അയ്യോ എനിക്ക് വയ്യ. എന്താ മീൻകറി എന്റെ തടി കുറവാന്നല്ല, എന്റെ തടി കുറവാന്ന് പറഞ്ഞേ. നോക്കിയൊക്കെ അമ്മുട്ടി അച്ഛ പറയണത്. അച്ഛ അങ്ങനെയൊക്കെ പറയില്ലേ. തുടക്കാൻ പഠിച്ചതോ? അതെ, അത് തുടക്കാൻ പഠിച്ചല്ല, കല്യാണത്തിന് മുമ്പിട്ടല്ല. നാളെ തൊട്ടിപ്പോ സൂര്യന്റെ കോലം എന്താവും? മൊത്തം കളഞ്ഞപ്പോ അതിനെ ഇനി എവിടെ ആവാൻ ബാക്കിയില്ലല്ലേ. ഒക്കെ പാടെടുത്ത് എന്തിനടിച്ചപ്പോ എവിടത്തേക്കല്ല എണ്ണ കാച്ചുള്ളതാണ്, മുഖത്ത് തേക്കാനല്ല പോലെ. ഞാൻ വെറുതെ ഇതാക്കിയതാ മുഖത്ത് തേക്കാന് പറഞ്ഞിട്ട് സൂര്യന്റെ അടുത്ത്. എന്നാ സൂര്യനേക്ക് വേണ്ടടി വന്നേ. ഏയ്ക്ക് വേണ്ട. ഇനി ഇതെന്താ വെളിച്ചെണ്ണയിലാ? വെളിച്ചെണ്ണയില് കാച്ചെടുക്കുക. വേറെ എന്തെങ്കിലും ഇടണ? അതെ. അപ്പൊ അരിമുറുക്ക് പരുവത്തിന് സുഖനുടെ ഓരോ എണ്ണ പരിപാടികൾ. ഇതാണ്ടോ അച്ഛൻ്റെ പണിയാണ് കേട്ടോ. അതാണ്ടോ ജനലില് ഇവിടെ ഒന്ന് അച്ചുട്ടിയുടെ പണിയാണ്. ഇങ്ങനെ പടർത്തി വിടാൻ വേണ്ടിയിട്ട് അത്രേ. ഇനി അപ്പുറത്തേക്ക് 2 വേണമെന്ന് കാണുമ്പോൾ നല്ല രസം ഉണ്ടാവും അമ്മാന്ന് ജനലിൽ കൂടെ. ശരിയാണ് കേട്ടോ, ഇവിടത്തൊക്കെ നോക്കുമ്പോൾ നല്ല രസമുണ്ട്. ഞാനപ്പോൾ ആ കുപ്പിയിൽ ഒരേ കളറ് പെയിന്റ് അടിക്കാൻ പറഞ്ഞ പറയാ, അമ്മ ആ കുപ്പിക്ക് എന്താ വില എന്നറിയോ, അതിൽ പെയിന്റ് അടിക്കണ്ടെന്ന്. അത് കണ്ടോട്ടെ അങ്ങനെ ബെഡ്റൂമില് അങ്ങനെ കാട്ടിക്കിടക്കുമ്പോ ഫീൽ കിട്ടും. കണ്ടോ ഏട്ടൻ പറയണ നോക്കിക്ക്, അത് രസമില്ല. അപ്പൊ രസമുണ്ട്, കാട്ടിക്കിടക്കുന്ന ഫീൽ കിട്ടുന്നു കിടന്നുറങ്ങുമ്പോഴേ. നമുക്ക് ചെണ്ടുമല്ലി ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പക്ഷെ എത്ര ദിവസം നിൽക്കും എനിക്കറിയില്ല.
എന്താ ഇപ്പൊ എന്താവണോ വെയിലത്ത് എന്താവും അറിയില്ല. പക്ഷെ നല്ല ചെണ്ടുമല്ലി ഉണ്ടായിട്ടുണ്ട്. ഉണ്ട് പറഞ്ഞാൽ നമുക്കില്ല ഈ ഒരു സൈഡ് മൊത്തം കവർ ചെയ്യാ വിചാരിച്ചിട്ട്. പക്ഷെ വേനൽ മഴ പെയ്യല്ലോ അല്ലേ? പെയ്യായിരിക്കും. സുഗന്യക്ക് എങ്ങനെ അറിയണം? പെയ്യും. അപ്പൊ നമുക്ക് എന്തായാലും വിശേഷം നിർത്തട്ടെ കേട്ടോ. ഇനിയിത് കാച്ചണത് സുഗന്യ കാച്ചിക്കോളും. അതിന്റെ കൂടെ ഒന്നും ചെയ്യുന്നു വേണ്ട. ഇത് എന്താ എണ്ണ ഒഴിച്ചിട്ട് അത്രയും വേണ്ട, 5 മിനിറ്റ് മതി. എന്തായാലും ഉണ്ടാക്കിട്ട് നീ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം കേട്ടോ. മുടിയുടെ എനിക്കില്ലേ എന്താ എനിക്ക് മുടി ഉണ്ടായിരുന്നതാണ് കേട്ടോ. ഇത്ര എനിക്ക് മുടി ഉണ്ടായിരുന്നതാണ്. ഞാൻ എന്ത് കേട്ടിന്നറിയോ? അത് എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കല്യാണത്തിൻ്റെ മുമ്പ് കുറച്ച് വെട്ടി. എന്നാലും എനിക്ക് എല്ലാവരും ഇവിടെ ഉള്ളവർ പറയുന്നു നല്ല ചുരുണ്ട മുടി ആയതുകൊണ്ട് നല്ല മുടിയാണ് എന്ന് പറഞ്ഞിരുന്നു. അമ്മൂനെ പ്രസവിച്ച് കഴിഞ്ഞ് വന്നപ്പോൾ മുടി നല്ല ആയി കഴിഞ്ഞിട്ട് മുൻപൊക്കെ കിടലും ഭയങ്കര മോഡലൊക്കെ ആയിരുന്നു. എന്ത് കേട്ടിന്നറിയോ? മുടി ഉണ്ടായി കഴിഞ്ഞപ്പോൾ അമ്മുകുട്ടി ചെറുതാവുമ്പോൾ കുട്ടീനെ നോട്ടവും വീട്ടിലത്തെ കാര്യങ്ങളും ഒക്കെ പാടെ ആയപ്പോൾ എനിക്ക് മുടി ശ്രദ്ധിക്കാൻ പറ്റാണ്ട് ഇങ്ങനെ ഊരി പോകാന്ന് പറയുമ്പോൾ ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് മുടി വെട്ടിയതാണ് കേട്ടോ. ആ മുടി വെട്ടിയ സമയത്ത് ഒരു എന്തോ ഒരു സ്പ്രേ പോലത്തെ ഒരു സംഭവം അടിച്ചിരുന്നു. പിന്നെ എനിക്ക് മുടി ഉണ്ടായിട്ടേ ഇല്ല. മുടി എങ്ങനെ നോക്കിയാലും മുടി ഉണ്ടാവുക വെച്ചാൽ എൻ്റെ പിന്നെ യു കട്ടില് അതില് ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ചീത്ത പറഞ്ഞിരുന്നു. ഉള്ള മുടി നശിപ്പിച്ചില്ലേ എന്താണ് പറ്റിയെന്ന് എനിക്കറിയില്ല കേട്ടോ. മുടി എന്റെ അനുഭവം ഞാൻ പറയാണ്. ഇനിയിപ്പോ അത് എന്തും കൊണ്ടാണ് ചിലപ്പോ അങ്ങനെ പോവാനാണോന്ന് അറിയില്ല. അതേപോലെ തന്നെ മേമയുടെ മകൾക്ക് ഏട്ടന്റെ അമ്മയുടെ അനിയത്തിയില് മേമയുടെ മകൾക്ക് ജിഷയ്ക്ക് അരയ്ക്ക് മുടി ഉണ്ടായിരുന്നതാ. ഒരാള് ജിഷയുടെ മുടി വെട്ടി കൊടുത്തതാ. എന്താ ഉണ്ണിയോൾക്കും ജിഷയ്ക്കും രാധികയ്ക്കും അരയ്ക്ക് മുടി ഉണ്ടായിരുന്ന അത്രേ. എന്താ പിന്നെ ആ മുടി ജിഷയുടെ വന്നിട്ടേ ഇല്ല അത്രേ അല്ലേട്ടാ. അങ്ങനെ പറയണേക്ക മുടി ഉള്ളത് പോയിരുന്നു. നമുക്ക് ഇതിന്റെ പ്രൊമോഷൻ ഇനിയിപ്പോ തിരക്കല്ലേ സുകന്യക്ക്. ഇനി ഹെയർ ഓയിലിന്റെ പരസ്യം അല്ലേ, സെയില്. ഇതന്നെ എന്താണ് സുകന്യ ഇപ്പൊ എവിടെ എത്തിയിരിക്കുന്നു? എല്ലാം പാടെ നമ്മൾ തകർക്കും, തരിപ്പണമാക്കും അല്ലേ ലേട്ടാ? അതെ. ഞങ്ങള് എന്താ എങ്ങനെ പറയാ, ഒത്തു പിടിച്ചാൽ മലയും പോരും പറയുന്ന കേട്ടിട്ടില്ലേ? ഒത്തില്ലെങ്കിൽ മലർന്നു വീഴുന്നോ അങ്ങനെ പറയുന്ന കേട്ടിട്ടില്ലേ? അതേപോലെ മലർന്നു വീഴാതെ ഞങ്ങൾ നോക്കി ഞങ്ങൾ എന്താ വലിയൊരു കാര്യത്തേക്ക് പോവാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേ സുകന്യ അത് ചെയ്യട്ടെ. ഞാൻ എൻ്റെ മുഖത്ത് തേക്കാൻ വേണ്ടി കുറച്ച് മഞ്ഞൾ തേച്ചിട്ട് ഞാൻ കുളിക്കാൻ നോക്കട്ടെ കേട്ടോ. അത് തേക്കും കൊണ്ട് കുറച്ചെങ്കിലും ഒരു വ്യത്യാസം വരുന്നുണ്ട്. വന്നിട്ടില്ലേ? ഇല്ലേ? ഞാൻ എപ്പോഴും തേക്കില്ല കേട്ടോ. എനിക്ക് ഓർമ്മ ഉള്ള സമയത്ത് മാത്രമേ കടലമാവും മഞ്ഞളും പാടെ തേക്കും. അങ്ങനെ തേച്ച് കഴിഞ്ഞിട്ട് പോവും. അത്രയേ ഉള്ളൂ. ഇതിൻ്റെ അച്ചുട്ടി കണ്ടോ എന്താ യൂണിഫോം. മോര് എനിക്ക് പറ്റില്ല. ഓയിലി സ്കിൻ ആയതുകൊണ്ട് കടലമാവ് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. കഴിഞ്ഞോ സുകന്യേ? അത് അരക്കല് കഴിഞ്ഞോ? വീഡിയോ എടുക്കുന്ന വായോ? റെഡി. എന്തായിരുന്നു